ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ അബുദാബിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡ് ആണ്. അപ്പൊ ഈ വീക്കെൻഡ് എങ്ങനെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാം. എന്ന് ഞങ്ങൾ കാണിച്ചു തരും എല്ലാരും. അപ്പൊ എല്ലാരും ഇരുന്ന് കണ്ടോ. ഞങ്ങളിപ്പോ നേരെ പോകുന്നത് ലുലുത്താത്തയുടെയും അൻവറിക്കാടെയും ഫ്ലാറ്റിലേക്കാണ്. ലുലുത്താത്ത എന്ന് പറയുന്നത് ഷാരൂന്റെ കസിൻ സിസ്റ്റർ ആണ്. അൻവറിക്ക എന്ന് പറയുന്നത് ലുലുത്താത്തയുടെ ഹസ്ബൻഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം നേരെ അവരുടെ ഫ്ലാറ്റിലേക്കാണ് ചെന്നത്. കാരണം നമ്മൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ചെന്നപ്പോ എനിക്ക് സയാന്റെ ഡ്രോയിങ്സ് ഒക്കെ കാണിച്ചു തരാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പാഴ്സലാക്കി നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ പാഴ്സലാക്കി നല്ലൊരു സ്പോട്ടിൽ പോയിരുന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാന്നാണ്. അപ്പൊ ഇതാണ് കേട്ടോ അൻവറിക്കായും ലുലുത്താത്തായും. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം പരക്കി കെട്ടി പാക്ക് ചെയ്ത് കുത്തി നിറച്ച് കാറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളുടെ ഈ ഒരു വീക്കെൻഡിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങുകയാണ്. ഞാൻ ലുലുത്താത്താനെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അയച്ചു, ലുലുത്താത്താന്റെ ഏറ്റവും ചെറിയ കുട്ടി. അൻവറിക്കായും കയറിയിട്ടുണ്ട്. അപ്പൊ ക്ലോസ് ആയിട്ടൊന്ന് കണ്ടു. കാരണം ഇനി എല്ലാ വീക്കെൻഡ്സിലും ഇവരെയൊക്കെ വീണ്ടും 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 കാണേണ്ടതാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്നും കൂടി വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ നേരെ വന്നേക്കുന്നത് ഇപ്പൊ ലെബിലാഞ്ചർ പാർക്കിലേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്പോട്ട് പിടിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അൺലോഡിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പം ഇവിടെ വന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പിള്ളേർക്കൊക്കെ കളിക്കാനും പറ്റും. പിന്നെ നമുക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമുക്കൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടും നല്ലൊരു സ്പോട്ടാണ്. അങ്ങനെ ഷാരു എല്ലാം തൂക്കിക്കൊണ്ട് നടക്കാണ്. ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട്, എനിക്കൊന്നും തൂക്കണ്ടായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അയച്ചും ഇങ്ങനെ കളിച്ച് ഞങ്ങള് പിള്ളേർ സെറ്റ് എല്ലാം കൂടി ഇങ്ങനെ കളിച്ച് നടന്നു. അത് കഴിഞ്ഞ് അൻവറിക്ക ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടി, നമുക്ക് ആ സ്പോട്ട് കിട്ടി. നമുക്ക് ഈ ഒരു മരത്തിന്റെ അണ്ടറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം എന്നായി. അങ്ങനെ എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നിലത്ത് വിരിച്ചിട്ട് ഇരിക്കാനുള്ള ഷീറ്റ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അൻവറിക്കായും ഷാരുവും എല്ലാരും കൂടി ചേർന്ന് എല്ലാം നമുക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസും ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ ആയിരിക്കും വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായതാണ്. കാരണം ഞാനിവിടെ വന്നപ്പം ഒരുപാട് ഫാമിലീസ് ഞാൻ കണ്ടു. ഈ പാർക്കിൽ തന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് ഫാമിലീസിനെ കാണാൻ പറ്റും. പിന്നെ നല്ല ഒരു ലേക്കിന്റെ വ്യൂവും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. കഴിക്കാൻ ആവശ്യത്തിനുള്ള പേപ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ഗ്ലാസും എല്ലാം ലുലുത്താത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലുലുത്താത്ത ഫുൾ സെറ്റ് ആയിട്ടായിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കുന്നത് ചിക്കൻ കപ്സയാണ്. അപ്പൊ ഷാരുവും എല്ലാരും ഇങ്ങനെ സെർവ് ചെയ്തു. എന്നിട്ട് ഇതിലൊരു മട്ടൻ സൂപ്പ് ഉണ്ട്. ഈ മന്തിക്കും മട്ടൻ ഡിഷസിനും ഒക്കെ വേണ്ടിയിട്ട് മട്ടൻ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഒരു സൂപ്പ് കിട്ടും. അത് കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ എനിക്കത് കഴിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇനി എന്ന് പാർക്കിലൊക്കെ ഒന്ന് മെല്ലെ നടക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനാണ്. പിള്ളേരൊക്കെ ഓൾറെഡി കളിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാരു അയച്ചുവിനെ എടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടാൻ പോകുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അത്രയും കുരുത്തക്കേടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ പാർക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് ഇറങ്ങി നടന്നു. ആ ലേക്കിന്റെ തീരത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അപ്പൊ നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ലേക്കിന്റെ ആ ഒരു തീരത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാണ്. അയച്ചു വെള്ളത്തിൽ ചാടാൻ പോയപ്പോ പിടിച്ചതാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഷാരുവും ഞാനും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ആ പൊരിവെയിലത്ത്. അത് കഴിഞ്ഞിട്ട് അയച്ചുനെ നമ്മളൊന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുവന്നു. അപ്പോ ഇങ്ങനെ അയച്ചുനെ കളിപ്പിച്ചു. എന്നിട്ട് ഷാരുവും കളിച്ചു, ഞാനും കളിച്ചു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അപ്പൊ ലുലുത്താത്ത ഷാരൂഖ് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കോഫിയാണോ ചായയാണോ എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു എനിക്ക് ചായ കിട്ടുന്നു.
അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോ പതുക്കെ ഒന്ന് തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഷാരുവിന്റെ സ്വെറ്റർ ഒക്കെ മേടിച്ചിട്ടൊന്ന് ഇട്ടു. എന്നിട്ട് ദാ നമ്മളൊന്ന് പാർക്കിലൂടെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഇതാണ് സയാൻ, ഇതാണ് ആമി. അപ്പൊ ആമി ഭയങ്കര പാവാട്ടോ. അങ്ങനെ ദാ നമ്മളൊന്ന് നടക്കാണ്. എല്ലാ കുട്ടികളും പാവാണ്, ആമി ഭയങ്കര പാവാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എന്നിട്ട് ദാ ആമി മൈച്ചും എന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാണ്. നമ്മള് ഫുൾ ഈ ഒരു പാർക്ക് മൊത്തത്തിലൊന്ന് നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ എല്ലാവരും ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ആ ഒരു പാർക്കിന്റെ ആ ഒരു വൈബ് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും എല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ട് ആ ഒരു ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചൊക്കെ നിന്ന് നല്ല രീതിയിൽ നമ്മളത് മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്തു. നല്ല ആ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ അടിപൊളിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അൻവർക്ക് ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു നോക്കിയതാണ്. അതിങ്ങനെ ബൗൺസ് ചെയ്ത് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. വന്നില്ല. ഷാരു നോക്കി ചീറ്റിപ്പോയി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് നല്ല സ്ട്രോങ് ചായയും അതുപോലെ നല്ല മുരുമുരാന്നുള്ള പരിപ്പുടയും കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ്. അപ്പൊ ടീസോക്കിലേക്കാണ് വന്നത്. അവിടെ നിന്ന് നല്ല കടുപ്പത്തിനൊരു ചായയും നല്ല മുരുമുരാന്നുള്ള പരിപ്പുടയും കഴിച്ചു. അതിനുശേഷം എനിക്ക് ഒരു അറബിക് സ്വീറ്റ് ഉണ്ട്, ലുക്കിമത്ത് എന്നാണ് സ്വീറ്റിന്റെ പേര്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞറിയാം, ഞാൻ അത് കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് മേടിച്ചു തരാന്ന് പറഞ്ഞു കൊണ്ടുപോയി. അമ്പോ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഇങ്ങനെ കൊതിയായി. ഇതിന്റെ മേലെ ഇങ്ങനെ ഡേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ചിട്ട്. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോ ഒരു രക്ഷയില്ല, അടിപൊളി സ്വീറ്റ് ആണ്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായി. അതിനുശേഷം ലുക്കിമത്തൊക്കെ കഴിച്ച സന്തോഷത്തിൽ ഞാനും മൈച്ചുവും കൂടി ഒന്ന് ബെല്ലി ഡാൻസ് ഒക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് മീന മാർക്കറ്റിലേക്കാണ്. മീന മാർക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ്സ് മാർക്കറ്റ് എന്നൊക്കെ ഇതിന് അറിയപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ഡേറ്റ്സും അതുപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ മീന മാർക്കറ്റിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ മർസാമീന വഴി പോവാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ക്രൂസ് ഷിപ്പിന്റെ ഒക്കെ ടെർമിനൽ ആണ്. അപ്പൊ ഇവിടാണ് ക്രൂസ് ഷിപ്പ് ഒക്കെ വന്നിറങ്ങുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാലോ എന്ന് പറഞ്ഞു പോയി. പിന്നെ അവിടെയുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം കണ്ടു, പക്ഷെ ഷിപ്പൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ അതുവഴി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ അൻവറിക്കാനെയും ലുലുത്താത്തനെയും പിള്ളേരെയും ഡ്രോപ്പ് ചെയ്യാനാണ് പോയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. നിങ്ങളും വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.